ചേച്ചി എങ്ങനെയാ ചേച്ചി ഞാനും നിങ്ങൾ മീറ്റ് ആയത് എങ്ങനെയാ പരിചയപ്പെട്ടത്? ഞാൻ പറയണം. പറഞ്ഞോ. പരിചയപ്പെട്ടത് നാനു ചേച്ചി എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, സ്കൂൾ ഫ്രണ്ട് സക്കീനാണ്. അവളെ ഏട്ടത്തിൻ്റെ മോളാണ് അസീന. ഓക്കെ, അപ്പോൾ അവൾ വന്നിട്ട് അവളെ ഓഫീസിൽ മാനേജറാണ് ഈ ചേച്ചി. അവരിങ്ങനെ സംസാരിക്കുമല്ലേ, ആ പണിക്ക് വേണോ എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് എന്നെ എങ്ങനെയോ ഒന്ന് കിട്ടി. അതിൽ നാനു ചേച്ചി മീറ്റായത് ജസ്റ്റ് വോയിസ് വാട്സപ്പ് മെസ്സേജ് മാത്രം. ചേച്ചിനെ ഞാൻ നോക്കിയിട്ടില്ല, എന്നെ ചേച്ചി നോക്കിയിട്ടില്ല, ഡയറക്റ്റ് വീഡിയോ കോൾ ചെയ്തിട്ടില്ല. ഇങ്ങനത്തെ പല വിഷയങ്ങൾ ആയാലും ഒരേ ഒരു ഈ ചേച്ചിൻ്റെ ഒരു വാക്കിൽ ഞാൻ ഇവിടെ വന്ന് എത്തി. പിന്നെ എൻ്റെ ഫസ്റ്റ് ടൈം വരുമ്പോൾ ഭയങ്കര പ്രശ്നമായിട്ടുണ്ടായി, പാസ്പോർട്ടിൽ പാസ്പോർട്ട് എന്തെല്ലോ പ്രശ്നമായിട്ടുണ്ടായി. ആയാലും 6 മാസം വെയിറ്റ് ചെയ്തിട്ട് ഈ ചേച്ചി എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു, ആ കുഞ്ഞു മോനെ കാണാൻ വേണ്ടി. സോ അതല്ല ദൈവം നമുക്ക് തന്ന ഒരു ഏത് നിലയിൽ നിൽക്കണോ പറയുന്നത് ഒരു ഇതാണ് അല്ലേ, വലിയ വിഷയം. ഇതെല്ലാം നമുക്ക് വിവരണം തരാനേ പറ്റൂല, അങ്ങനത്തെ കാര്യങ്ങളാണ്, ഹാപ്പി കാര്യങ്ങളാണ് അങ്ങനെ. അപ്പോൾ അങ്ങനെ ആയിട്ടുണ്ടാകുമ്പോൾ ഞാനും ചേച്ചി ഇങ്ങനെ പരിചയപ്പെട്ടു. ഇപ്പോൾ നമ്മൾ രണ്ടാളും ഇല്ല, വീട്ടിലെ ഏട്ടനും കുഞ്ഞും നമ്മളെല്ലാം ബെസ്റ്റ് ഫാമിലി ആയിട്ടുണ്ട്. ഇതാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട്. അപ്പോൾ ഞങ്ങൾ വന്നിട്ട് എന്ത് പറയുന്നത്, ഈ ധൈര്യം വരുന്നത് ഇങ്ങനെയാണ്. നമ്മളൊരു പണിക്ക് പോകുമ്പോൾ എല്ലാം പോസിറ്റീവായിട്ട് തിങ്ക് ആക്കണം, നെഗറ്റീവ് ഒരിക്കലും ഓർക്കരുത്. അതിൽ നല്ലത് നോക്കിയിട്ടാണ് പോകണോ. അതിൽ ഇതെല്ലാം വലിയ നമുക്ക് ഉള്ള ചാൻസിനെ നമ്മളെപ്പോഴും യൂസ് ആക്കണം. കുടുംബക്ക് വേണ്ടി ഫാമിലിൻ്റെ അടുത്ത് നല്ല പേരെടുക്കണോ, കുടുംബക്കാക്കണോ, എല്ലാവരും നമുക്കൊരു വലിയ വിഷയം വരണമെങ്കിൽ നമ്മളെപ്പോഴും പുറത്ത് എവിടെ പോയാലും നയിക്കുന്നവർ നയിച്ചിട്ടേ നയിക്കും അല്ലേ. അപ്പോൾ നമ്മളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഇന്നത്തെ ഒരു ക്ലൈമറ്റ് നമ്മളിവിടെ ഇന്ന് ഇങ്ങനെയാണ് വന്നത്.